കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദി കാൻഡിഡേറ്റ് സംഘടിപ്പിച്ചു. കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന തൃത്താല നിയോജക മണ്ഡലത്തിലെ 4 സ്ഥാനാർത്ഥികൾ മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ പങ്കെടുത്ത 4 സ്ഥാനാർത്ഥികളും വികസനത്തിലൂന്നിയ ശ്രദ്ധേയമായി. നാട് ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ സ്ഥാനാർത്ഥികളുടെ വെല്ലുവിളികളും വികസന ചർച്ചകളും ആരോപണ പ്രത്യാരോപണങ്ങളും മത്സരാന്തരീക്ഷത്തെ ആവേശത്തിലാക്കിയ ഘട്ടത്തിലാണ് 4 പേരും മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ മനസ്സ് തുറന്നത്. LDF സ്ഥാനാർത്ഥി MP രാജേഷ്, UDF സ്ഥാനാർത്ഥി VT ബൽറാം, NDA സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, SDPI സ്ഥാനാർത്ഥി ഷഹീർ ചാലിപ്പുറം എന്നിവരാണ് പ്രചാരണ തിരക്കിനിടയിൽ സമയം കണ്ടെത്തി പ്രസ് ക്ലബിലെത്തിയത്. കഴിഞ്ഞ 5 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടും അടുത്ത 5 വർഷത്തെ പ്രകടന പത്രികയുമായാണ് രണ്ടാമൂഴം തേടുന്ന മന്ത്രി കൂടിയായ MP രാജേഷ് എത്തിയത്. അത് കുട്ടനാട് ഒരു മുരടിച്ച ടൗണായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം പറയും. ഈ സ്ഥിതി മാറുന്നതിൻ്റെ ഗുണം എല്ലാവർക്കും ലഭിക്കും. ഒരു മികച്ച ഒരു ടൗണായി കുട്ടനാട് മാറുമ്പോൾ അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക്, യാത്രക്കാർക്ക്, ഓട്ടോറിക്ഷക്കാർക്ക്, വ്യാപാരികൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒന്നാണ്. അതിനു പുറമെ തൃത്താല, കറുകപുത്തൂർ, കുമരനെല്ലൂർ ജംഗ്ഷനുകളും നവീകരിക്കും. ഇപ്പൊ നമ്മൾ പടിഞ്ഞാറങ്ങാടി ജംഗ്ഷൻ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആറങ്ങോട്ടുകര ജംഗ്ഷൻ നവീകരണം. ഇനി തൃത്താല, കറുകപുത്തൂർ, കുമരനെല്ലൂർ, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാർത്തകളിൽ നിറഞ്ഞുനിന്ന സുസ്ഥിര തൃത്താല, എൻലൈറ്റ് സ്കോളർഷിപ്പ്, അൻപോട് തൃത്താല തുടങ്ങിയ തനത് പദ്ധതികളുടെ പ്രോഗ്രസ് റിപ്പോർട്ടും പ്രകടന പത്രികയും MP രാജേഷ് വിശദീകരിച്ചു. തുടർന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളുമുണ്ടായി. 2 തവണ തൃത്താലയെ പ്രതിനിധീകരിക്കുകയും 3-ാം അംഗത്തിൽ കാലിടറുകയും 4-ാം അംഗത്തിന് കച്ചമുറുക്കുകയും ചെയ്യുന്ന VT ബൽറാം ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്നുകൊണ്ട് ചെയ്ത വികസന കാര്യങ്ങൾ വിശദീകരിച്ചു. വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും വിസ്തരിച്ചു. ഈ 5 വർഷത്തിൽ തൃത്താല മണ്ഡലത്തിലെ ഒരു ആശുപത്രിയിൽ പോലും ഒരു പുതിയ തസ്തിക പോലും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ നിലയിലുള്ള ഇടപെടലാണ് യഥാർത്ഥത്തിൽ ഒരു മന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഫണ്ട് കൊണ്ടുവരിക എന്നുള്ളത് നല്ല കാര്യമാണ്, പക്ഷെ അതൊരു പക്ഷേ മറ്റ് MLA മാർക്കും കഴിയുമായിരിക്കും. ഇവിടുത്തെ 5 വർഷത്തെ പെർഫോമൻസിന്റെ ഭാഗമായിട്ട് അവകാശപ്പെടുന്ന കോടികളേക്കാൾ കൂടുതൽ പട്ടാമ്പിയിൽ അവിടുത്തെ MLA അവകാശപ്പെടുന്നുണ്ട്, ഒറ്റപ്പാലത്ത് അവിടുത്തെ MLA അവകാശപ്പെടുന്നുണ്ട്, ഷൊർണൂരിൽ അവിടുത്തെ MLA അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഫണ്ടിന്റെ ആകെ വോള്യം, അതിന്റെ വിശദാംശങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 1000 കോടി അവകാശപ്പെട്ടതിൽ 300 കോടി ഇത്തരത്തിലുള്ള പദ്ധതികളാണ്. മലപ്പുറത്തുനിന്ന് തൃത്താലയിൽ കന്യംഗത്തിനെത്തിയ NDA സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വികസന രേഖയുമായാണ് പ്രസ് ക്ലബിലെത്തിയത്. തൃത്താലയിൽ ഇനിയും അടിസ്ഥാന വികസനം എത്തിയിട്ടില്ലെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അലംഭാവം കാട്ടുകയാണെന്നും താൻ ജയിക്കുകയാണെങ്കിൽ MLAക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും പാവങ്ങൾക്ക് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. നിരവധി സ്കൂളുകളുടെ കെട്ടിടങ്ങൾ അങ്ങനെ ഉദ്ഘാടനം കിടക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു കെട്ടിടത്തിൽ ലാബ് പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ജീവൻ അപകടത്തിലല്ലേ ഉണ്ടാവുന്നത്. അപ്പൊ അത്തരത്തിൽ അഴിമതി, കെടുകാര്യസ്ഥത, അതുപോലെ തന്നെ വികസന മുരടിപ്പ്, ഇതൊക്കെയാണ് തൃത്താലയുടെ പര്യായം എന്ന് കാണാൻ സാധിക്കുന്നത്. സാംസ്കാരിക ബിംബങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല തൃത്താലയിൽ മത്സരിക്കുന്ന മറ്റ് 2 സ്ഥാനാർത്ഥികളും ഹിന്ദു വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരാണ്. SDPI സ്ഥാനാർത്ഥി ഷഹീർ ചാലിപ്പുറവും ബദൽ രാഷ്ട്രീയ വികസനമാണ് ചർച്ച ചെയ്തത്. തങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന തീവ്രവാദ ആക്ഷേപങ്ങളെല്ലാം ജനം തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചതെന്നും തങ്ങളുടെ മുഖ്യശത്രു സംഘപരിവാറാണെന്നും ഷഹീർ ചാലിപ്പുറം പറഞ്ഞു. 2009 പാർട്ടി രൂപീകരിക്കപ്പെട്ടതു മുതൽ പാർട്ടിയുടെ ബ്രാഞ്ച് പ്രസിഡന്റിൽ നിന്നും തുടങ്ങി അതിനുശേഷം നാഗലശ്ശേരി പഞ്ചായത്തിന്റെ പാർട്ടി പ്രസിഡന്റ്, പിന്നീട് വളരെ കുറഞ്ഞ ദിവസങ്ങൾ തൃത്താല നിയോജക മണ്ഡലത്തിന്റെ മണ്ഡലം പ്രസിഡന്റ്, അതിനുശേഷം 5 വർഷക്കാലം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, പിന്നീട് നിലവിൽ 5 വർഷക്കാലമായി പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള ഉത്തരവാദിത്വവും നിർവഹിച്ചു പോവുകയാണ്. മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ മാധ്യമപ്രവർത്തകരായ TVM അലി, C മൂസ പെരിങ്ങോട് എന്നിവർ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. CA ഇസ്മയിൽ, V രഘു, AC ഗീവർ, KG സണ്ണി, മധു കൂറ്റനാട്, റഹീസ് പെരുമണ്ണൂർ, അൻവർ കൂടലൂർ, ശിവപ്രസാദ് തൃത്താല,
ഷിബിൻ, ഉണ്ണികൃഷ്ണൻ, അഷറഫ് ആറങ്ങോട്ടുകര തുടങ്ങിയവർ നേതൃത്വം നൽകി.